നമസ്കാരം. UDF ക്യാമ്പിൽ ഇപ്പോൾ തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ടാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനകം എല്ലാ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുമെന്ന ഒരു വീമ്പളക്കിയത് പ്രതിപക്ഷ നേതാവായ VD സതീശനാണ്. എന്നാൽ 3 ദിവസം കഴിഞ്ഞു, 4 ദിവസം കഴിഞ്ഞു, എന്നിട്ട് ഇതുവരെയായിട്ട് മുഴുവനായിട്ട് ഓരോ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. രാത്രിക്ക് രാത്രി എന്നോണം ദില്ലിയിലെ കോൺഗ്രസിന്റെ ആസ്ഥാനത്തിരുന്നു കൊണ്ട് മല്ലികാർജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അടക്കമുള്ളവർ, KC വേണുഗോപാൽ അടക്കമുള്ളവർ കട്ടൻ ചായയും പരിപ്പ് വടയും കുടിക്കുന്നത് വെറുതെ വേസ്റ്റ്. 2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്ക് 4 മണി അങ്ങനെ മണിക്കൂറോളം നിന്നിട്ടും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. അവസാനം ഇന്നലെ രാഹുൽ ഗാന്ധി ഇറങ്ങിപ്പോയി. എന്നിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത്, നിങ്ങളെല്ലാം ഒന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ട് എന്നെ വിളിക്കൂ, കാരണം എനിക്ക് ഉറങ്ങാനുള്ള സമയമായി അന്ന് പറഞ്ഞിട്ട് ഒരു മണിയൊക്കെ ആയപ്പോൾ തന്നെ രാഹുൽ ഗാന്ധിയുടെ പാട്ടിന് പോയി. ഇപ്പോഴും അടിയാണ്. ഓരോ ജില്ലകളിലും ഓരോ മണ്ഡലങ്ങളിലും കോൺഗ്രസ് ഇപ്പോൾ അടിയോടടിയാണ്. ഏത് സ്ഥാനാർത്ഥി PD സതീശനോടോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോടെയോ അല്ലെങ്കിൽ KPCC അധ്യക്ഷനോടോ ചോദിച്ചാൽ നിങ്ങളെ സ്ഥാനാർത്ഥിയാക്കാം എന്നൊരു വാഗ്ദാനം മാത്രം പറയുന്നു. ഇത് കേട്ടുകൊണ്ട് ഇവരുടെ അണികൾ എടുത്തു ചാടുന്നു, നേരെ ഫ്ലക്സ് അടിക്കുന്നു, പോസ്റ്റർ തയ്യാറാക്കുന്നു, ബാനറുകൾ തയ്യാറാക്കുന്നു, മണ്ഡലങ്ങളിൽ മൊത്തത്തിൽ എല്ലാം തന്നെ ഒട്ടിക്കുകയും ചെയ്യുന്നു, ചുവരെടുത്ത് നടത്തുകയും ചെയ്യുന്നു. അവസാനമാണ് ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ഇയാളല്ല ഇയാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം വരുമ്പോൾ ജനങ്ങളുടെ മുന്നിൽ നാണം കെട്ട് നാറുന്നത് കോൺഗ്രസ് ആണ്. നിലവിലിപ്പോൾ കൊച്ചി സീറ്റിനായി കോൺഗ്രസിൽ ശക്തമായ പോരും അടിയും തുടങ്ങിയിരിക്കുന്നു. കൊച്ചിയിൽ സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പ് തന്നെ കൊച്ചിയിൽ പോസ്റ്റർ പ്രിന്റ് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ് ദീപ്തി മേരി വർഗീസിന്റെ ക്യാമ്പ്. സർവം ദീപ്തം എന്ന ടാഗ് ലൈനോടെയായിരുന്നു പോസ്റ്റർ തയ്യാറാക്കിയത്. കൊച്ചി നഗരത്തിലെ സ്വകാര്യ പ്രസിൽ അച്ചടിച്ച പോസ്റ്ററുകളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. കൊച്ചിയിൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ മത്സരിപ്പിക്കണമെന്നാണ് VD സതീശനും സംഘവും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ശക്തമായ ഒരു നീക്കം VD സതീശൻ ഹൈക്കമാൻഡിൽ ചുമത്തിയിട്ടുമുണ്ട്. യൂത്ത് കോൺഗ്രസും കൊച്ചി സീറ്റിൽ മുഹമ്മദ് ഷിയാസിനായി പരസ്യമായി തന്നെ രംഗത്തെത്തി. എന്നാൽ ദീപ്തി മേരി വർഗീസിനെ കൊച്ചിയിൽ പരിഗണിക്കണമെന്നാണ് KC വേണുഗോപാലിന്റെ നിലപാട്. എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ, വൈപ്പിൻ, പെരുമ്പാവൂർ സീറ്റുകളെ സംബന്ധിച്ചും കോൺഗ്രസിൽ തർക്കം തുടരുകയാണ്. പാർട്ടി പോസിറ്റീവായി പറഞ്ഞുകൊണ്ടാണ് മുന്നൊരുക്കങ്ങൾ നടത്തിയത്. പോസ്റ്റർ അച്ചടിച്ചതും നാമനിർദ്ദേശിക പത്രിക പൂരിപ്പിക്കാൻ വരെ തുടങ്ങിയതും പാർട്ടി പറഞ്ഞതുകൊണ്ടാണ്. പാർട്ടി പറഞ്ഞാൽ അനുസരിക്കുമെന്ന് അവസാനം ദീപ്തി മേരി വർഗീസ് കരഞ്ഞുകൊണ്ട് പറയുകയാണ്. തനിക്കെല്ലാം പാർട്ടിയാണ്, പാർട്ടി പറയുന്നത് അനുസരിക്കുമെന്നും തീരുമാനം നെഗറ്റീവായോ എന്നറിയില്ല എന്നും ദീപ്തി മേരി വർഗീസ് പറയുകയാണ്. അതേസമയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുമ്പാണ് കൊച്ചി നിയോജക മണ്ഡലം സ്ഥാനാർത്ഥിയായി ദീപ്തി മേരി വർഗീസിന്റെ പേരിൽ പോസ്റ്റർ പ്രിന്റ് ചെയ്ത് തുടങ്ങിയത്. സർവം ദീപ്തം എന്ന ടാഗ് ലൈനോടെയായിരുന്നു ദീപ്തി മേരി വർഗീസിന്റെ കൂട്ടാളികൾ ബൾക്കായിട്ട് പോസ്റ്ററുകൾ അടിച്ചത്. കൊച്ചി സ്ഥാനാർത്ഥി ആരെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ദീപ്തി മേരി വർഗീസിന്റെ പോസ്റ്റർ പ്രചാരണം തുടങ്ങി. അതെല്ലാം തന്നെ കോൺഗ്രസ് സൈബർ ഹാൻഡിലുകൾ ഏറ്റെടുക്കാൻ തുടങ്ങി. അവസാനം മുഹമ്മദ് ഷിയാസിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് കോൺഗ്രസ് പറഞ്ഞതോടെ ആകെ നാണം കെട്ടിരിക്കുകയാണ് ദീപ്തി മേരി വർഗീസ്.